മക്കളെ വണക്കം. ഇന്ന് വന്നിട്ട് വീക്കിലി ടാസ്ക് തുടങ്ങുകയാണ് കേട്ടോ. തുടങ്ങി അന്ന് തന്നെ അടിയായിട്ടുണ്ട്. അതേപോലെ തന്നെ രാവിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലാണ് അവിടെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പം രാവിലെ ഇങ്ങനെ പവിത്രയാണ് കുക്കിംഗ് ഇൻചാർജ്. അപ്പോൾ എല്ലാവർക്കും 1 സ്പൂൺ പഞ്ചസാരയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം ഉപ്പുമാവ് സംതിങ് ആണ് കഴിക്കുന്നത്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഉടനെ ജാക്ലിൻ പറഞ്ഞു, ഞാനാണെങ്കിൽ കിച്ചൺ ഇൻചാർജ് ആയിരുന്നു, അപ്പോൾ ഞാൻ ആരിലുമൊക്കെ വേണമെങ്കിൽ പഞ്ചസാര ചോദിക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കും. അതിൽ നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ, ആർക്ക് എന്താണെന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കും. പിന്നെ നമുക്ക് തീരാറായി വരുമ്പോഴത്തേക്ക് പറയും ഇത്രയേ ഉള്ളൂ, നമുക്കിനി ഇത്ര ദിവസവും ഉണ്ട്, അത് കാരണം അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയും. അല്ലാതെ ആദ്യം തൊട്ട് ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദീപക്കും ഒക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഉടനെ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നെന്ന് പറയുമ്പോൾ റയാൻ വന്നിട്ട് പറയുകയാണ്, 2 ദിവസം മുന്നേ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ ജാക്ലിൻ പറഞ്ഞിട്ടുണ്ട്, നീ ആദ്യമേ ചോദിച്ചു, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും ചോദിച്ചപ്പോൾ നീ തമാശ രീതി പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അത് തന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയണ്ട, ഞാൻ അത് ചോദിക്കാൻ കാരണം എന്നെക്കാട്ടിലും മുന്നേ കുറച്ച് പേർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടപ്പോൾ എനിക്കെന്താ കിട്ടിയാൽ കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ജാക്ലിൻ പറയണ, ദീപക്കണ്ണനാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്, പുള്ളിക്കാന് വയറ്റിന് സുഖമില്ലായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെയായിരുന്നു എനിക്ക് സുഖമില്ലായിരുന്നു, ഞാൻ അന്ന് റെസ്റ്റ് റൂമിൽ തന്നെയായിരുന്നു, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതിൻ്റെ ബേസിലാണ് ഞാനും ചോദിച്ചത്. അപ്പം അത് നീ പറഞ്ഞില്ല, ബാക്കിയെല്ലാം പറഞ്ഞു. തമാശ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് തമാശ എന്നല്ലേ, എനിക്ക് ആ സുഖമില്ലാഞ്ഞിട്ട് ഞാൻ ചോദിച്ചത് അന്നെന്താ നീ മെൻഷൻ ചെയ്യാത്തതെന്ന് പറഞ്ഞ് ഒരു വലിയ വഴക്ക് പോലെ ആക്കി. ജാക്ലിനെ അവിടെ ഒന്നും ഇല്ലാത്ത പോലെ ആക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ അതൊന്നും ഒരു മാറ്റർ അല്ല. പക്ഷേ ബിഗ് ബോസ് പോലത്തെ ഒരു വീട്ടിൽ കഴിയുമ്പോൾ അതൊക്കെ വലിയ കാര്യമാണ്. ഫുഡിൻ്റെ കാര്യങ്ങളും ഒക്കെ അവർക്ക് അതാണ് ഏറ്റവും വലിയ കാര്യം. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം 823യുടെ ഇതുവരെയാണ് നമ്മുടെ എന്താണ് ലീഡർ ബോർഡ് അത് വരികയാണ്. ഏറ്റവും കൂടുതൽ ക്യാപ്റ്റൻ ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബൈക്ക് സമ്മാനം ഉണ്ടെന്ന് അറിയാമല്ലോ. അതിനെ കാണിക്കുന്നത് എല്ലാവർക്കും ഒന്നൊന്നാണ്. ബാക്കി അതായത് ആയിട്ടുള്ളവർക്കെല്ലാം ഒന്നൊന്നേ ഉള്ളൂ, ആരും കൂടുതൽ തന്നെ ഇല്ല. അത് കഴിയുമ്പോൾ വീക്കിലി ടാസ്ക് തുടങ്ങാണ് കേട്ടോ. സെങ്കലെ എന്ന് പറഞ്ഞിട്ടുള്ള 5 ഗ്രൂപ്പ് ഉണ്ടാവും. 5 ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ 2 or 3 പേരായിട്ടായിരിക്കും 5 ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ബസർ അടിക്കുമ്പം ഇഷ്ടികട്ട ഇങ്ങനെ വരും, കല്ലിങ്ങനെ വരും, നമ്മൾ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തിട്ട് നമുക്കൊരു കളക്ട് ചെയ്തിട്ട് ഒരു കെട്ടിടം പോലെ നമ്മൾ നിർമ്മിക്കണം. നമുക്കൊരു ബേസ് അവിടെ തന്നിട്ടുണ്ടാവും, അവിടെ നമ്മൾ കെട്ടിടം പോലെ നിർമ്മിക്കണം. അപ്പം ഒരാളും എടുത്തുകൊണ്ട് വരുമ്പോൾ അടുത്ത ആൾ അവിടെ നമ്മൾ കെട്ടിടം പോലെ കെട്ടിയിട്ടുണ്ടാവണം. അതേസമയം നമ്മുടെ കല്ല് നമ്മൾ സൂക്ഷിക്കുകയും വേണം, അതേപോലെ അടുത്തുള്ളവരുടെ കല്ല് അടിച്ചു മാറ്റുകയും ചെയ്യാം കേട്ടോ. അതിൻ്റെ ബേസിലാണ് ഇന്ന് വഴക്കുണ്ടാവുന്നത്. നമ്മുടെ മഞ്ചരിയും റാണവും കൂടിയായിരുന്നു ഒരു ടീമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റാണവ് നല്ല രീതിയിൽ തന്നെ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ പറഞ്ഞാൽ എല്ലാവരെക്കാട്ടിലും കൂടുതൽ ഇതിൽ തന്നെ 11-12 കളക്ട് ചെയ്യുന്നുണ്ടെങ്കിലും മഞ്ചരിയെ കുടഞ്ഞിട്ട് എല്ലാവരും പിറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മഞ്ചരിയെ മാത്രം ടാർഗറ്റ് ചെയ്ത പോലെ തോന്നി, ഇവർ 2 മാത്രം. എന്നിട്ട് ഈ മഞ്ചരി കുടഞ്ഞിട്ട് പിറക്കുന്ന കണ്ടു. അപ്പോഴത്തേക്ക് റാണോ പറഞ്ഞ് എൻ്റെ അടുത്തത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അതിന് ജെഫ്രി എടുക്കുമ്പോൾ ജെഫ്രി കുറേ തവണ തട്ടി മാറ്റുന്നുണ്ട്. തട്ടി മാറ്റി കഴിയുമ്പോഴത്തേക്ക് എന്നാണ് ജെഫ്രിയായിട്ട് വഴക്കുണ്ടാകുന്ന പോലെ ജെഫ്രിയുമായിട്ട് മറിഞ്ഞടിച്ച് റാണവിൻ്റെ കൈക്ക് പരിക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ചുമ്മാ ആക്ടിങ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ റാണവിന് നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അവൻ ചുമ്മാ അഭിനയിക്കുകയാണെന്ന് പറയുന്നുണ്ട്. സൗന്ദര്യം പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉടനെ ഏറ്റവും അവസാനം അരുണും വിശാലും കൂടെ എടുത്തുകൊണ്ട് പോയി കൺഫെഷൻ റൂമിൽ കൊണ്ടുപോവാണ്. ആദ്യമേ ഐസ് വെച്ചാൽ മതി, ഇഞ്ചക്ഷനൊക്കെ എടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജെഫ്രിയോടെ കളിയാക്കുന്നുണ്ട്, ഇത് സന്ദർശന സമയം ആരും പോകുന്നില്ല എന്നൊക്കെ പറയാം. അത് അത് അങ്ങനെയല്ലേ വീണേ, ഇങ്ങനെയല്ലേ വീണേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ വീണ്ടും വേദന സഹിക്കാൻ പറ്റാത്തതാണ് വീണ്ടും കൺഫെഷൻ റൂമിൽ പോയി കഴിയുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതെന്ന് ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വിശാലിനെ വിളിക്കുന്നുണ്ട്. വിശാലിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇന്ന പോലെയാണ് 3 ആഴ്ച റെസ്റ്റ് വേണം, അതായത് എല്ലിന് ചെറിയൊരു പൊട്ടലുണ്ട്, 3 ആഴ്ച റെസ്റ്റ് വേണം, നിങ്ങൾ നോക്കണം, നന്നായിട്ട് നോക്കണം, ടാസ്ക് കളിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ റാണവ് കളിക്കൂ എന്നാണ് പറയുന്നത്. ബിഗ് ബോസ് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ലീവിങ് ഏരിയയിൽ എല്ലാവരും വന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, തോളിൽ ഇച്ചിരി ചെറുതായിട്ടൊരു പൊട്ടലുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും വലിയ എന്ന് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ അൻഷിത സോറി പറയുന്നുണ്ട്, ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല പറഞ്ഞേ, നീ എപ്പോഴും ഇങ്ങനെ പ്രാങ്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളടുത്ത് ആ മോഡലാണെന്ന് വിചാരിച്ചെന്ന് പറയുന്നുണ്ട്. പവിത്രയും സോറി പറയുന്നുണ്ട്. അപ്പോൾ മഞ്ചരിയും മുത്തുക്കുമറും ഒരേ കാര്യമാണ് പറയുന്നത്. അതായത് ഇനി സംഭവിച്ചു, ഇനി അടുത്ത ആൾക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ
നമ്മൾ ഇതേപോലെ പറയാതിരിക്കുക. അതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൗന്ദര്യം എന്നിട്ട് അപ്പോഴും പറയുന്നത് വേറെന്തൊക്കെയാണ് സൗന്ദര്യം. അപ്പോഴും പറയുന്നത് നീ പ്രാങ്ക് ചെയ്ത പോലെ തോന്നിയ, നീ എപ്പോഴും പ്രാങ്ക് ചെയ്യാറുണ്ടല്ലോ, ആ രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഞാൻ എന്ത് ചെയ്തു എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് എന്ന് റാണവ് എന്നിട്ട് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിൽ പാവർ ടാസ്കിലും ജെഫ്രി ഇങ്ങനത്തെ കാണിക്കുന്നുണ്ടായിരുന്നു റാണവിനെ, പക്ഷേ അതാരും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇടിക്കുന്ന പോലെ ഇതിലും നമ്മൾ പ്രമോയിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ജെഫ്രി നല്ല രീതിയിൽ തന്നെ കൈയുടെ അവിടെ അറ്റാക്ക് ചെയ്യുന്നത് കാണാം. അതേപോലെ പാവർ ടാസ്കിലും അറ്റാക്ക് ചെയ്യുന്നത് കാണാം. അതെന്തുകൊണ്ട് വിജയ് സേതുപതി സാർ അത് നോട്ടീസ് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ അതിനകത്ത് റാണവിന് ഒത്തിരി ഇടി കിട്ടുന്നുണ്ടായിരുന്നു പാവർ ടാസ്കിൽ. ഇതിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ആഴ്ചയെങ്കിലും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്ര തന്നെയുള്ള വീക്കിലി ടാസ്ക് ഒക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് ഇങ്ങനെ സംഭവിച്ച കാരണം കൊണ്ട് ഇനി അറിയിപ്പ് വരുന്നിടം വരെ ടാസ്ക് തുടരുന്നതല്ല എന്ന് പറയുന്നുണ്ട്. 3 ദിവസം നിലനിൽക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു, പക്ഷെ അത് നിർത്തിവെച്ചു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നോട്ടീസ് ചെയ്യാൻ നമ്മുടെ മലയാളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ റെഡ് കാർഡ് കിട്ടി നമ്മൾ വെളിയിൽ പോകും. പക്ഷേ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും നാളത്തെ എപ്പിസോഡിൽ ബാലൻസ് കാണാം കേട്ടോ.